Assalamualaikum guys, technics YouTube channel ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ സ്വാഗതം. അപ്പോൾ guys നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ്, രണ്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ്. അഥവാ Dt1. അപ്പോൾ Dt1 Pro Max. അപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ട് വാച്ചിനെ അൺബോക്സിംഗ് വീഡിയോ ചെയ്താണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ സെപ്പറേറ്റ് അൺബോക്സിംഗ് കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ Dt1. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഇറങ്ങിയൊരു മോഡലാണ്, മുന്നേ അല്ല കുറച്ച് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 45mm വരുന്ന ഒരു മോഡലാണ്. Dt1 സീരീസ് 7 മോഡലാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബോക്സ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോക്സിനെ കാണാൻ പറ്റും. ഫസ്റ്റ് ഞാൻ ബോക്സ് ഒന്ന് പരിചയപ്പെടുത്തണം. ടോട്ടലി വാച്ച് 7 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അത്രയും കാര്യങ്ങളൊക്കെയാണ് ബോക്സിൽ വരുന്നത്. ദെൻ ഇതാണ് Dt1 Pro Max. Dt1 മാത്രമേ നമുക്ക് ബോക്സിൽ കാണാൻ പറ്റുള്ളൂ, പക്ഷേ ഇത് പ്രോ വേർഷനാണെന്ന് മാത്രം. ഓക്കെ, വേറെ ഫിറ്റ് പ്രോ സെയിം തന്നെ, ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. QR കോഡും കാര്യങ്ങളൊക്കെ ബാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബോക്സിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഏകദേശം ഒരു സെയിം ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് VS ചെയ്ത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ Dt1 ഫസ്റ്റ് നമുക്ക് ബോക്സ് അയക്കുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒരു ഡ്രാഗൺ കൂടെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, വാച്ചിൻ്റെ ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ത്രൂലി വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. സിമ്പിളായി ചാർജ് ചെയ്യാൻ പറ്റും. രണ്ട് വാച്ചിനും സെയിം ഫീച്ചർ തന്നെയാണ്, വയർലെസ് ചാർജിങ് ഓപ്ഷനാണ്. ദെൻ Dt1 ഒരു യൂസർ മാനുവലും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വാച്ചിൻ്റെ ബോക്സിൽ. ഡിവൈസിന് ഓൾറെഡി സ്ട്രാപ്പ് ഫിറ്റ് ചെയ്ത ഒരു രീതിയിലാണ് വാച്ചിൻ്റെ ബോക്സിൽ വന്നിരിക്കുന്നത്. നമുക്ക് Dt1 അതിൻ്റെ പ്രോ വേർഷൻ Pro Max ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു ഡ്രൈവ് വരുന്നുണ്ട്. നമുക്ക് 500-ലേറെ വാച്ച് ഫീസ് ഫ്രീ എന്നൊക്കെ കാണിക്കുന്നതാണ് മെയിൻ പ്രത്യേകതയാണ്. ഓക്കെ, ത്രൂലി വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു ഓപ്ഷനാണ്. സെയിം തന്നെയാണ് Dt1 അപേക്ഷിച്ച് സെയിം ഒരു ത്രൂലി വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ദെൻ സ്ട്രാപ്പ് റിമൂവബിൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, ഓൾറെഡി ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓപ്ഷനിലല്ല വെച്ചിരിക്കുന്നത്. രണ്ട് മോഡലിനും റിമൂവബിളായ ഒരു സ്ട്രാപ്സ്, അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള നൈലോൺ നൈക്കാണെങ്കിലും ഏത് സ്ട്രാപ്സ് നമുക്ക് സിലിക്കണിൻ്റെ സ്ട്രാപ്സ് ഏത് സ്ട്രാപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ സീലൊന്നും അയച്ചിട്ടില്ല, പോസിറ്റീവ് ഇൻട്രക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിവൈസിൽ നമുക്ക് ബോക്സിൽ നമുക്ക് മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ആക്കി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ഡിവൈസിന് കയ്യിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ആക്കിയൊക്കെ ഒന്ന് പരിചയപ്പെടാം. തൊട്ട് മുന്നേ നമുക്ക് ഡിസൈൻ ഒന്ന് ടോട്ടലി പരിചയപ്പെടാം. രണ്ട് മോഡലും 45mm വരുന്ന മോഡൽസാണ്. സീരീസ് 7 കോപ്പിയാണ് ഈ രണ്ട് മോഡലും. രണ്ടും നല്ല ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയിൽ രണ്ടും ഡിഫറെൻറ്റ് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞാൽ സ്പെക്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഞാൻ മെയിൻ ഡിഫറെൻ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിലൊരു സ്റ്റീൽ ബ്ലാക്കാണ് Dt1 Pro Maxൽ വന്നിരിക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റും ഒരു സ്റ്റീൽ ബ്ലാക്കാണ്, ഒരു ഗ്ലോറി മോഡൽ, നല്ല തിളങ്ങുന്ന രീതിയിൽ. നമുക്ക് Dt1 കാണാൻ പറ്റുന്ന മെറ്റൽ മോഡൽ ഗ്ലോറി തന്നെയാണ്, ഒരു സിമ്പിൾ ഗ്ലോറിയാണ് വന്നിരിക്കുന്നത്. ബട്ട് നമുക്ക് Dt1 Pro Maxൽ കാണാൻ പറ്റുന്നത് പക്ക ഗ്ലോറി ആയിട്ടുള്ള നല്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻ ഹാൻഡ് ഫീൽ വരുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഓരോരുത്തർക്കൊരു താല്പര്യങ്ങളാണ്. ചില ആളുകൾക്ക് ഈ ഒരു മോഡലൊക്കെ ഒരുപാട് ആളുകൾ മെറ്റൽ ഗ്രേ ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നതുകൊണ്ട് ചിലവർ ഇങ്ങനത്തെ മോഡലുണ്ടോ ചോദിച്ചു വരുന്നത്. അപ്പോൾ രണ്ടും നല്ലൊരു മോഡൽ തന്നെയാണ്. ഓക്കെ, ഡിസൈനിലാണ് മെയിനായിട്ട് നമുക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നത്. സ്പെക്സും കാര്യങ്ങളൊക്കെ അതായത് ബട്ടണും കാര്യങ്ങളൊക്കെ സെയിം ലൊക്കേഷനിൽ തന്നെ വന്നിരിക്കുന്നത്. രണ്ട് ഭാഗത്തും വർക്കിംഗ് ആയിട്ടുള്ള സ്ക്രോളിംഗ് ഓപ്ഷൻ അവൈലബിൾ ആയ ബട്ടൺസ് ഉണ്ട്. ബാക്ക് ഭാഗം സെൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹാർട്ട് റേറ്റ് ECG കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള സെൻസറും. ദെൻ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായി ചാർജ് ചെയ്യാൻ പറ്റും ഒരു ഓപ്ഷനും കൂടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് വാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിലും രണ്ട് വാച്ചും സെയിം തന്നെയാണ് എനിക്കൊരു ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ടും സെയിം ഒരു ഫീൽ തന്നെയാണ്. ഡിസ്പ്ലേ കിട്ടും. പ്രോ വേർഷനിൽ ചെറുതായിട്ടൊന്നുകൂടെ മെച്ചുണ്ടെന്ന് അങ്ങനെ എടുത്ത് പറയാനായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. രണ്ടും സെയിം തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്ലാസ് കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് ഡിവൈസ്. Dt1 നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ Dt1 പ്രോ വേർഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ടോട്ടലി നമുക്കൊക്കെ മൊത്തത്തിലൊന്ന് പരിചയപ്പെടുത്തി തരാം. രണ്ടിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അവൈലബിൾ ആണ്. ഈ ഒരു മോഡലൊക്കെയാണ് സ്പെഷ്യലായിട്ട് വരുന്നൊരു ഫീച്ചറൊക്കെയാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. Dt1 പ്രോ വേർഷനിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ രണ്ടും 1.9 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നത്, ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലും കൂടിയാണ് ഈ രണ്ട് മോഡൽസും. ഈ രണ്ട് മോഡൽ നമുക്കൊരു സ്പെഷ്യലായിട്ട് മാറ്റി നിർത്താൻ പറ്റിയൊരു ഫീച്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രോ വേർഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുക, ഒരു സ്റ്റീൽ ബോഡി ഞാൻ മുമ്പ് പറഞ്ഞു. അതുപോലെ പുതിയ ഒരുപാട് വാച്ച് ഫീസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ Dt1 പ്രോ വേർഷനിൽ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഡിഫറെൻറ്റ്. അതുകൊണ്ട് തന്നെ പ്രൈസിലൊരു ചെറിയ ചേഞ്ചും കൂടെ വരുന്നുണ്ട്. Dt1 അപേക്ഷിച്ച് പ്രോ വേർഷനിൽ കുറച്ച് പ്രൈസ് കൂടുന്നുണ്ട്. ഓക്കെ, അതാണ് മെയിൻ ഡിഫറെൻറ്റ് വരുന്നത്. ദെൻ അതിൻ്റെ മെനു സെയിൽസ് ആണെങ്കിലും അതുപോലെ അതിൻ്റെ സെറ്റിങ്സ് ഡീപ്പും കാര്യങ്ങളൊക്കെ ഫുൾ സെയിം തന്നെയാണ്. അതായത് Dt1 എങ്ങനെയാണോ വന്നത് അതേ ഒരു സെറ്റിങ്സും ഫീച്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രോ വേർഷനിൽ വന്നത്. മെയിനായിട്ട് വാച്ച് ഫേസ് ഡിസൈനിൽ വരുന്ന ഒരു ഗ്ലോറി മോഡൽ വരുന്ന ബ്ലാക്ക് സ്റ്റീൽ കളറാണ്.
പ്രോ വേർഷനിൽ വന്നിരിക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് ഡിഫറൻറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ടച്ചിന് സ്മൂത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടിലും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. DT നമ്പർ 1 ആണെങ്കിലും ബെറ്റർ സ്മൂത്ത് തന്നെയാണ്, നല്ല റെസൊല്യൂഷൻ വരുന്നുണ്ട്. ഇങ്ങനെ DT നമ്മൾ പ്രോ വേർഷൻ ആണെങ്കിലും നല്ല ഹൈ റെസൊല്യൂഷൻ തന്നെയാണ്. രണ്ട് മോഡലും സെയിം റെസൊല്യൂഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിം സ്പെഗ് ആയതുകൊണ്ട് തന്നെ വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ കാണാം, മെനു സ്റ്റൈൽസ് കാണാൻ പറ്റും. നല്ല സെയിം ഒരു തീമിൽ തന്നെയാണ് രണ്ട് മോഡൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മെനു സ്റ്റൈൽസ് കാണാൻ പറ്റും. മെനു സ്റ്റൈൽ രാജ നമ്മൾ ഓൾറെഡി നമ്മളിതിന് പേരിട്ടിട്ടുണ്ട്. കാരണം 11 മെനു സ്റ്റൈൽസാണ് നമുക്ക് DT നമ്പർ 1 ഈ ഒരു വേർഷനിൽ. ഫസ്റ്റ് ടൈമാണ് 11 മെനു സ്റ്റൈൽസ് വരുന്ന ഒരു മോഡൽ വന്നിരിക്കുക. അപ്പോൾ രണ്ടും നല്ല ക്വാളിറ്റിയാണ്. മെയിൻ കൺട്രോൾ സെൻറ്റർ കാണാൻ പറ്റും, ബ്രൈറ്റ്നസ് കൺട്രോളിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു ചേഞ്ച് വരുന്നിരിക്കുന്നത് DT നമ്പർ 1 സൈലൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ ആ ഒരു മോഡൽ തന്നെ വന്നിട്ടുണ്ട്. ബട്ട് നമുക്ക് ഇതിലൊരു പേയ്മെൻറ്റിൻ്റെ ഒരു QR കോഡിൻ്റെ ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സെയിം സ്പെക്സ് തന്നെയാണ് രണ്ട് മോഡൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സൈലൻറ്റ് മോഡും. ബട്ട് മറ്റേ പ്രോ വേർഷനിൽ നമുക്കൊരു പേയ്മെൻറ്റിൻ്റെ ഒരു ഫീച്ചറാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്ലൈഡ് ചെയ്താൽ നമുക്ക് സ്ലൈഡ് ചെയ്താൽ നമ്മൾ റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് ജസ്റ്റ് ലെഫ്റ്റിക്ക് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അടിയിൽ നിന്ന് മുകൾക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മെനു സ്റ്റൈൽസിലേക്കാണ് പോകുന്നത്. റൈറ്റ് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഡാറ്റാസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അത് സ്ക്രോളിംഗ് ഓപ്ഷൻ അവൈലബിൾ. തന്നെ നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്കിങ് കാണാൻ പറ്റും, സിമ്പിളായി ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കുറഞ്ഞ സെക്കൻഡുകളെ കൊണ്ട് തന്നെ ഹാർട്ട് റേറ്റ് ഫാസ്റ്റായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു ഫീച്ചർ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ കൺട്രോൾക്ക് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വാച്ച് നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ്. രണ്ട് പ്രൊഡക്ട്സ് നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. പിന്നെ സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, സെറ്റിങ്സിലൊക്കെ സെയിം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രോ വേർഷൻ ആയതുകൊണ്ട് മാറ്റം എന്ന് കാണിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ആ രണ്ട് മാറ്റം മാത്രമേ നമുക്ക് പ്രോ വേർഷനിലും രണ്ട് കാര്യങ്ങൾ വന്നിട്ടുള്ളൂ. മെയിനായിട്ട് ഇതിൻ്റെ ആ ഒരു ഡിസൈനിൽ വരുന്ന ഒരു ഗ്ലോറി, സ്റ്റീൽ ഗ്ലോറി എന്ന ഒരു മോഡൽ, ബ്ലാക്ക് സ്റ്റീൽ ഗ്ലോറി, ആ ഒരു സ്പെഷ്യലായിരുന്നു നമുക്ക് വന്നിരിക്കുക. അപ്പം ഈ ഒരു ഗ്ലോറി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊക്കെ ഒരു കെട്ടിക്കഴിഞ്ഞാൽ ഈ ഹാൻഡ് ഒരു ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്ന ഒരു ഫീല്, ആപ്പിൾ വാച്ച് കയ്യിലുള്ള ഒരു ഫീല് വരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത് വരുന്നുള്ളൂ. എങ്കിൽ യൂസിങ്ങിലൊക്കെ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റിയിരിക്കുന്നത്. നല്ലൊരു അടിപൊളി മോഡൽ തന്നെയാണ് DTൻ്റെ പ്രോ വെർഷന് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റുകൾ ഈ രണ്ട് മോഡൽസ് നമ്മുടെ സ്റ്റോക്കാണ്. അപ്പോൾ DT നമ്പർ 1 താല്പര്യമുള്ള ആ ഒരു ഗ്രേ ആവശ്യമുള്ളവർക്ക് ആ ഒരു കളർ സെലക്ട് ചെയ്യാം. പിന്നെ ഗ്ലോറി വരുന്ന മോഡൽ ആവശ്യമുള്ളവർക്ക് രണ്ട് മോഡൽ സെലക്ട് ചെയ്യാം. രണ്ട് മോഡൽസ് നമ്മൾ IR സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ട് നമ്മളെ വാട്സപ്പിൻ്റെ ലിങ്കാണ്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്കാണ് ഡയറക്റ്റ് മെസ്സേജ് വരുന്നത്. അപ്പോൾ താല്പര്യം നമ്മൾക്ക് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിലാണ് നമ്മൾ മോഡൽ സെയിൽ ചെയ്യുന്നത്. ഓക്കെ.